യൂണിറ്റ്, സെക്ടർ, ഡിവിഷൻ ഘടകങ്ങളൊക്കെ മത്സരം പൂർത്തിയാക്കിയാണ് ജില്ലാ സാഹിത്യോത്സവ് നടക്കുന്നത്. ജില്ലാ സാഹിത്യോത്സവിൻ്റെ വിവിധങ്ങളായ അതിൻ്റെ ആമുഖ പരിപാടികൾ, പ്രാരംഭ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ ഇതിനകം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. സാഹിത്യത്തിന്റെയും കലാപ്രതിഭകളുടെയും ആവേശത്തിന് വേദിയാകാൻ ഒരുങ്ങി പെരിന്തൽമണ്ണ. SSF മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ 33ാമത് സാഹിത്യോത്സവ് ജൂലൈ 8 മുതൽ 12 വരെ പെരിന്തൽമണ്ണയിൽ നടക്കും. 12 ഡിവിഷനുകളിൽ നിന്നായി 2500-ലധികം മത്സരാർത്ഥികൾ 180 ഇനങ്ങളിൽ മാറ്റുരയ്ക്കുന്ന സാഹിത്യോത്സവിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SSF മലപ്പുറം ഈസ്റ്റ് ജില്ല 33ാമത് സാഹിത്യോത്സവ് ജൂലൈ 8 മുതൽ 12 വരെയാണ് പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ 12 ഡിവിഷനുകളിൽ നിന്ന് 180 ഇനങ്ങളിലായി 2500 പ്രതിഭകൾ മത്സരിക്കും. ഊട്ടി റോഡിൽ സജ്ജമാക്കിയ പ്രധാന വേദിയടക്കം 14 വേദികളാണ് മത്സരങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സാഹിത്യോത്സവിനോടനുബന്ധിച്ച് പൈതൃക സഞ്ചാരം, പ്രാസ്ഥാനിക സംഗമം, സ്നേഹ ബിരിയാണി, പാട്ടുവണ്ടി, ക്രൂ 33 കിക്ക് ഓഫ് എന്നിങ്ങനെ വിവിധ പദ്ധതികൾ നടന്നു. പെരിന്തൽമണ്ണയുടെ സാംസ്കാരികവും സാമൂഹികവുമായ സംസ്കൃതിയുടെ ചരിത്രവും വർത്തമാനവും ചർച്ച ചെയ്യുന്നതിന് ജൂലൈ 8 നടക്കുന്ന എമിനൻസ് മീറ്റിൽ പെരിന്തൽമണ്ണയിലെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. SSFന്റെ 33ാമത് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവ് പെരിന്തൽമണ്ണയിൽ വെച്ച് ഈ മാസം ജൂലൈ 8 മുതൽ 12 വരെ നടക്കുകയാണ്. സാഹിത്യോത്സവ് ഫാമിലി സാഹിത്യോത്സവ് മുതൽ യൂണിറ്റ്, സെക്ടർ, ഡിവിഷൻ ഘടകങ്ങളൊക്കെ മത്സരം പൂർത്തിയാക്കിയാണ് ജില്ലാ സാഹിത്യോത്സവ് നടക്കുന്നത്. ജില്ലാ സാഹിത്യോത്സവിൻ്റെ വിവിധങ്ങളായ അതിൻ്റെ ആമുഖ പരിപാടികൾ, പ്രാരംഭ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ ഇതിനകം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. സാഹിത്യോത്സവ് 8-ാം തീയതി ജൂലൈ 8-ന് എമിനൻസ് മീറ്റ് ആയിഷ കോംപ്ലക്സിലെ ഗ്രീൻ ഓഡിറ്റോറിയത്തിൽ വെച്ചും, പിന്നീട് 10-ാം തീയതി നമ്മുടെ ഊട്ടി റോട്ടിലുള്ള സാഹിത്യോത്സവിൻ്റെ പ്രധാന നഗരിയിൽ അന്ന് വൈകിട്ട് 7 മണിക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം കൻസുൽ ഫുഖഹ കൊമ്പം KP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. അന്ന് SSFന്റെ സ്റ്റേറ്റ് ഫിനാൻസ് സെക്രട്ടറി അനസ് അമാനി പുഷ്പഗിരി അദ്ദേഹം അന്ന് പ്രഭാഷണം നിർവഹിക്കും. തുടർന്നു വരുന്ന ദിവസങ്ങളിൽ 12 ഡിവിഷനുകളിൽ നിന്നായി 2500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന 180 ഇനങ്ങളിലായുള്ള വിപുലമായ മത്സരങ്ങളാണ് നടക്കുന്നത്. ആ മത്സരങ്ങൾക്ക് വേണ്ടി 14 വേദികൾ നമ്മുടെ ഈ നഗരത്തിൽ തന്നെ സംവിധാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഊട്ടി റോഡിലെ KCBക്ക് ഓപ്പോസിറ്റുള്ള സ്ഥലമാണ് മെയിൻ വേദി. 2-ാം വേദി നമ്മുടെ ടൗൺ സ്ക്വയറും ടൗൺ ഹാൾ ഉൾപ്പെടെയുള്ള ഈ നഗരവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇടങ്ങളിലുമായി സാഹിത്യോത്സവിൻ്റെ ജ്വരമായിരിക്കും ഇനി 8 മുതൽ 12 ദിവസങ്ങളിലായി 12 വരെയുള്ള തീയതികളിലായി പെരിന്തൽമണ്ണയിൽ നടക്കുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന ക്രൂ 33 ലൈനപ്പ് പ്രോഗ്രാമിൽ 313 സന്നദ്ധ സേവകരെ സമർപ്പിക്കും. ജൂലൈ 10 വെള്ളിയാഴ്ച മനണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും സാഹിത്യോത്സവ് പ്രധാന നഗരിയിലേക്ക് സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കും. വിവിധ യൂണിറ്റുകളിൽ നിന്നായി എത്തിച്ചേരുന്ന വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഘോഷയാത്രയുടെ ഭാഗമാകും. തുടർന്ന് നടക്കുന്ന ആത്മീയ സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറാംഗം കൊമ്പം KP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. SSF സംസ്ഥാന സെക്രട്ടറി അനസ് അമാനി പുഷ്പഗിരി പ്രഭാഷണം നടത്തും. സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ചെരക്കാപ്പറമ്പ് അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. KKS തങ്ങൾ മാനത്തുമംഗലം, സയ്യിദ് മുർത്തല തങ്ങൾ തിരൂർക്കാട്, KMS തങ്ങൾ, ഷിഹാബുദ്ദീൻ തങ്ങൾ വലിയങ്ങാടി, മുസ്തഫ പൂക്കോയത്തങ്ങൾ, VM മുഹമ്മദ് മുസ്ലിയാർ വേങ്ങൂർ, ഉമർ സഖാഫി മേലാറ്റൂർ, റഷീദ് സഖാഫി ഏലംകുളം, K മാനു സഖാഫി, അബൂബക്കർ മുസ്ലിയാർ, റസാഖ് സഖാഫി, മൊയ്നുദ്ദീൻ സഖാഫി, അഷ്റഫ് സഖാഫി പൂപ്പലം, മുഹമ്മദ് അലി ബുഖാരി തുടങ്ങിയ പ്രാസ്ഥാനിക നേതാക്കൾ സംബന്ധിക്കും. 11
1 12 വേദികളിലും മത്സരങ്ങൾ ആരംഭിക്കും. വിവിധ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകർ പങ്കെടുക്കുന്ന ചർച്ചാവേദി കഥാബുക്ക് ടൗൺ സ്ക്വയറിലെ പ്രത്യേക വേദിയിൽ നടക്കും. പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകപ്പുര, വിദ്യാർത്ഥികൾക്കും കരിയർ അന്വേഷണങ്ങൾക്കും വെഫി കരിയർ ക്ലിനിക്ക് തുടങ്ങിയവയും സാഹിത്യോത്സവിന്റെ ഭാഗമായി നടക്കും. ശനി, ഞായർ ദിവസങ്ങളിലെ പ്രത്യേകം സെഷനുകളിൽ മന്ത്രിമാർ, MLA-മാർ തുടങ്ങി ജനപ്രതിനിധികളും ദേശീയ ശ്രദ്ധയാകർഷിച്ച മാധ്യമപ്രവർത്തകരും എഴുത്തുകാരും സംബന്ധിക്കും. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന സംഗമത്തിൽ ആൾട്ട് ന്യൂസ് സ്ഥാപകൻ പ്രദീക് സിൻഹ മുഖ്യാതിഥിയാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം വൈസ് ചെയർമാൻ സയ്യിദ് KKS തങ്ങൾ മാനത്തുമംഗലം, കേരള മുസ്ലിം ജമാഅത്ത് പെരിന്തൽമണ്ണ സോൺ ജനറൽ സെക്രട്ടറി സയ്യിദ് KMS തങ്ങൾ, സ്വാഗത സംഘം ജനറൽ കൺവീനർ സയ്യിദ് മുർത്തല ശിഹാബ് തങ്ങൾ തിരൂർക്കാട്, SYS പെരിന്തൽമണ്ണ സോൺ പ്രസിഡന്റ് മുഹമ്മദ് അലി ബുഖാരി താഴേക്കോട്, SSF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അനസ് കളത്തിൽ, ഹംസ സഖാഫി പുത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാനൽ 10 പെരിന്തൽമണ്ണ. നമസ്കാരം. ഒരു കോപ്പുമില്ല, നിങ്ങൾ അറിഞ്ഞു കാണും ഇപ്പൊ നടക്കുന്നതൊക്കെ. പക്ഷെ അറിയാത്ത ചിലതുണ്ട്. ലോകത്തിലെ പല വൻമരങ്ങളും വീണു. പലർക്കും പണി കൊടുത്തിട്ടും ഇതുവരെ വീഴാത്തൊരു വൻമരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? അമേരിക്ക, നൈജീരിയ, ദുബായ്, ഉഗാണ്ട, പിന്നെ ഇന്ത്യ, ഇങ്ങനെ 50 രാജ്യത്ത് അവർ പണി കൊടുത്തതേ ഒരു 2 ജനറേഷനിലെ ആൾക്കാർക്കാ. അവരുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? മീഡിയം കോപ്പ കൊണ്ടെന്ന് പറഞ്ഞിട്ടെന്താ വേറെ പലതും കാണിക്കാൻ വലിയ ഉശിര. ഇങ്ങനെ പണി കൊടുത്തതിനെ കുറിച്ച് പറയാനോ അറിയിക്കാനോ ഇവിടെ മീഡിയ എല്ലാവരും. കഴിഞ്ഞ 27 വർഷമായിട്ടാണ് ഈ പേര് ഈണത്തിൽ കേട്ടു തുടങ്ങിയത്. കേരളത്തിലെ പല ആൾക്കാർക്കും പണി കൊടുത്തിട്ടാണ് അവരുടെ തുടക്കമെന്ന് എന്റെ ഡീപ്പ് റിസർച്ചിൽ മനസ്സിലായി. അവരെക്കുറിച്ച് എന്റെ കയ്യിൽ ഇൻകൺട്രോവർട്ടിബിൾ എവിഡൻസ് ഉണ്ട്. അമേരിക്കയിലെ ക്രിസ്റ്റഫർ, ദുബായിലെ സയ്യിദ്, കാട്ടാക്കടയിലെ ചന്ദ്രൻ ഇവരെ പണി കിട്ടിയ പലരും ഇതുപോലുള്ള വലിയ കമ്പനികളിലാണ്. ഇങ്ങനെയുള്ളൊരു ടീമിനെ കുറിച്ച് ഞാനെന്തിനിങ്ങനെ വാദൂരാതെ പറയണം? എന്തിന്? വൈ? ബിക്കോസ് നിങ്ങൾക്ക് അറിയുന്നവർക്കോ നല്ല പണി കിട്ടും. ആരാണവർ? ഇന്റർനാഷണലി അവർക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ്. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ലേൺ സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ് ഫ്രം ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, India's first and largest smartphone institute. 100% പ്ലേസ്മെന്റ് ബ്രിഡ്കോ ഗ്യാരണ്ടിയിൽ ഉറപ്പ് നൽകുന്നു. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, പണി കൊടുത്ത 4 നൂറ്റാണ്ട്.